ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നാടൻ മുട്ടക്കറിയുടെ റെസിപ്പിയാണ്. നല്ല നാടൻ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ടക്കറി ഉണ്ടല്ലോ, ആ ഒരു ടേസ്റ്റിലാണ് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കിയേക്കുന്നത്. അതേ ടേസ്റ്റ് തന്നെയാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് ഈ ഈസി ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മുട്ടക്കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ടയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ മുട്ട ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തു. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് വേവിച്ചതിന് ശേഷം മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത് ഒരു 4 സവാളയാണ്. ഈ സവാള നമുക്ക് ചെറുതായിട്ട് കനം കുറച്ചൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ സവാളയെല്ലാം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. കനം കുറച്ചാണ് അരിഞ്ഞെടുത്തേക്കുന്നത്. ഇനി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വയ്ക്കാം. നമ്മൾ കുക്കറിലാണ് ഈ മുട്ടക്കറി തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാകും. അപ്പോൾ അതാ ഞാനൊരു കുക്കർ വെച്ചിട്ടുണ്ട്. കുക്കർ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ മുട്ടക്കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത്. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമ്മുടെ സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മുടെ സവാള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മുടെ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ സവാള അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആകാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൂടെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് ചതച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. 1 ഇഞ്ച് ഉണ്ടാകും വലിപ്പം. പിന്നെ ഒരു 7-8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം. പെരിഞ്ജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ്. ഫെന്നൽ സീഡ്സ്. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒന്നെങ്കിൽ മിക്സി ബൗളിൽ ഉപയോഗിക്കുക, അതല്ലെങ്കിൽ നമ്മൾ ഇടിക്കുന്ന സംഭവം ഉണ്ടല്ലോ, അതിലിട്ട് നന്നായിട്ടൊന്ന് ഇടിച്ചെടുത്താലും മതി. ഞാനിവിടെ മിക്സി ബൗളാണ് യൂസ് ചെയ്യുന്നത്. നമുക്കെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ അതാ നോക്കിയാൽ നമ്മുടെ സവാള നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് ചെറുതായിട്ടൊരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പെരിഞ്ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇതിൻ്റെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. അതുവരെ ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഒരു പച്ചമുളകും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. പച്ചമുളക് 1 തൊട്ട് 2 വരെ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് അത്യാവശ്യം നല്ല എരിവുള്ള മുളകായ കാരണം ഞാൻ 1 ചേർക്കുന്നുള്ളൂ. അതാ നോക്കിയാൽ നമ്മുടെ ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചച്ചവ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി തീ കുറച്ച് വയ്ക്കുക. നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അതിന് നല്ലൊരു കളറ് കിട്ടും, എരിവും കുറവായിരിക്കും. സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കരുത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടിയാണ്. വീട്ടിൽ പൊടിച്ച മല്ലിപ്പൊടി യൂസ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത്. അതിനാണ് നല്ല ഫ്ലേവറും ടേസ്റ്റും ഒക്കെ ഉള്ളത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. നമ്മുടെ പൊടികളൊന്നും കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയാൽ നമ്മുടെ മുട്ടക്കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. അത് കാരണം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 മിനിറ്റോളം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ പൊടികളുടെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് വെള്ളമാണ്. വെള്ളം ഞാൻ ചൂടുവെള്ളമാണ് എടുത്തേക്കണത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് നമ്മുടെ കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 3 വിസിൽ അടുപ്പിക്കാം. 3 വിസിലാകുമ്പോഴേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരും.
3 വിസിലിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയതിന് ശേഷം തുറന്നു നോക്കാം. അതാ നോക്കിയാൽ നമ്മുടെ കുക്കറിൻ്റെ പ്രഷറൊക്കെ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ സവാള നന്നായിട്ട് വെന്ത് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ അതേ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പഞ്ചസാരയാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ ചെറുതായിട്ടൊരു മധുരം ഉണ്ടല്ലോ, അത് ഈ പഞ്ചസാര ചേർക്കുന്നതുകൊണ്ടാണ്. ഇത് മസ്റ്റായിട്ടും ചേർക്കണം, ഒഴിവാക്കരുത്. ഇതും കൂടെ ചേർക്കുമ്പോഴാണ് നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമ്മുടെ മുട്ടക്കറി കിട്ടുന്നത്. ഇതിൻ്റെ അളവ് ഡിപ്പെൻസാണ്. ആദ്യം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് വരഞ്ഞു കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വരഞ്ഞൊന്നും കൊടുക്കണില്ല. അപ്പോൾ അതാ നമ്മൾ മുട്ടകളെല്ലാം ചേർത്ത് കൊടുത്തു. അവസാനമായിട്ട് നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും നമ്മുടെ മുട്ടക്കറിക്ക്. പെരിഞ്ജീരകം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ കറിവേപ്പില കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഹോട്ടൽ സ്റ്റൈൽ മുട്ടക്കറി. നല്ല എളുപ്പമല്ല ഉണ്ടാക്കാൻ. ഹോട്ടലിലെ അതേ ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.